നമ്മുടെ ശ്രദ്ധയെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചു തുടങ്ങിയാട്ടെ. The Gospel according to John, chapter 17, verses 1 onwards. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, ആമേൻ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. Yes. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ആമേൻ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ആമേൻ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. Yes. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം ദൈവശാസ്ത്രപരമായ സുവിശേഷമാണ്. ഒന്നുകൂടി, യോഹന്നാന്റെ സുവിശേഷം ദൈവശാസ്ത്രപരമായ സുവിശേഷം എന്ന് അറിയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1:1 കാണാതെ പറഞ്ഞേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതി തുടങ്ങുമ്പോൾ യോഹന്നാൻ 1:1 പറഞ്ഞു തുടങ്ങിയാട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. 3, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 4, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 8, 9 വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. 10-ാം വാക്യം, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. 11-ാം വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13, അവർ പുരുഷന്റെ ഇഷ്ടത്താലോ ജഡത്തിലോ രക്തത്തിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്ന് തന്നെ ജനിച്ചിരിക്കുന്നു. 14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടിരിക്കുന്നു. 16, അവന്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ. ഒന്നുകൂടെ പറയാമോ? കൃപമേൽ കൃപ. അവന്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. 18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനത്രേ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഈ 18 വാക്യം കണ്ട് യോഹന്നാൻ, ഈ പ്രായമുള്ള പിതാവ്, ഈ സുവിശേഷം എഴുതി തുടങ്ങുകയാണ്. എന്താണ് യോഹന്നാനെ, ബാക്കിയുള്ളവരൊക്കെ എഴുതി കഴിഞ്ഞല്ലോ, നിനക്ക് ഈ ഒരു സുവിശേഷം എഴുതാനുള്ള കാരണം? ഹല്ലേലൂയ. ഇന്നത്തെ പോലെ തന്നെ അന്നും കഠിനമായ വിപരീത ഉപദേശങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശങ്ങൾ വല്ലാതെ 1-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ടിൻ്റെ അവസാനം എഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ, ദൈവകൃപ പ്രാപിച്ചവന് പ്രായം ഒരു തടസ്സമല്ല. ഒന്ന് പറഞ്ഞേ, ദൈവകൃപ പ്രാപിച്ചവന് പ്രായം ഒരു തടസ്സമല്ല. നിന്നിലൊരു ദൈവശക്തി വ്യാപരിച്ചാൽ കാലേബിനെ പോലെ നീയും പറയും, ആ മല എനിക്ക് വേണം, ആ വാഗ്ദത്തം ഞാൻ പ്രാപിച്ചെടുക്കും. എൻ്റെ അസ്വസ്ഥതകളോ എൻ്റെ ശാരീരിക ബലഹീനതകൾക്കോ അപ്പുറമായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നിന്റെ ജീവിതത്തിൽ ചിലതിനെ നടത്തി കൊടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് കൃത്യമായ ദൈവിക സന്ദേശം ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. യോഹന്നാൻ പറയുക, ഇല്ല, എനിക്കിത് എഴുതിയേ മതിയാകുകയുള്ളൂ. യോഹന്നാൻ സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യം എന്തെന്ന് 20-ാം അധ്യായം 31-ാം വാക്യത്തിലുണ്ട്. വായിച്ചോളൂ. 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുത്രനാണ് യേശു. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു. ആമേൻ. ആ യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. ഒന്ന് കരമുയർത്തിക്കേ. വിശ്വസിച്ചാലുള്ള ഗുണം എന്തുവാ?
1:12 പറഞ്ഞു. കാണാതെ പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇപ്പൊ ആരായി മാറി? പ്രൈസ് ദി ലോർഡ്. പഴയ കെയറൊക്കെ മാറി, പഴയ അഡ്രസ്സ് മാറിയവരെല്ലാം കരമുയർത്തി സ്തോത്രം പറ. ഇനി പണ്ടത്തെ അഡ്രസ്സിലൊന്നും ഹല്ലേലൂയ നമുക്ക് ഒരു നിലനിൽപ്പില്ല. പുതിയ അഡ്രസ്സ് വന്നു, പുതിയ പേര് കിട്ടി. എന്തുവാ? ദൈവമക്കൾ, ചിൽഡ്രൻ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മക്കളായി തീർന്നെങ്കിൽ എഫേസ്യ ലേഖനം 2:19-20 വായിച്ചാട്ടെ. എഫേസ്യർ 2:19-20. ആകയാൽ വായിച്ചോളൂ. നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. ഇനി അന്യനുമല്ല, പരദേശിയല്ല. അയ്യോ, ഞാൻ ആരാ, എനിക്കറിയത്തില്ലെന്നോ. നീ അങ്ങനൊന്നും ഉള്ള ആളല്ല. നീ ആരാണ്? നിന്റെ ക്രെഡിബിലിറ്റി, നിന്റെ അഡ്രസ്സ് പറയാൻ പോവാ. നമ്മൾ ഒന്നാമത് പറഞ്ഞു മഹത്വമാണ്, ദൈവ മഹത്വത്തിന്റെ ആഴമാണ് ഇന്നത്തെ സന്ദേശം. ഇതിലേക്ക് ഞാൻ വരികയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞ ചിന്താഗതി പറഞ്ഞു, നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അതിനെ ഊടുറപ്പിച്ച് അപ്പോസ്തലൻ പൗലോസ് എഫേസ്യ ലേഖനം, ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുക, ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, മറിച്ച് വായിച്ചോളൂ, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ആമേൻ, ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഒന്ന് നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, ഞാൻ ഏത് വീട്ടിലെയാ? ഞാൻ ദൈവത്തിന്റെ ഭവനത്തിലെയാ. ഞാൻ ദൈവത്തിന്റെ, ഐ ബിലോങ്സ് ടു ഗോഡ്സ് ഫാമിലി. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് ചിരിച്ചോണ്ടെന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ വീട്ടിലെയാ. അറിഞ്ഞായിരുന്നോ? നിങ്ങൾ ദൈവത്തിന്റെ വീട്ടിലെയാണോ? നമ്മൾ ദൈവത്തിന്റെ വീട്ടിലെയാ. നമ്മൾ ദൈവത്തിന്റെ വീട്ടിലെയാ. അവിടെ നമുക്ക് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. അവിടെ ഹല്ലേലൂയ വേറൊന്നും പറയാൻ അവിടെ നേരമില്ല. ദൈവത്തിന്റെ ഭവനത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന് പരിപൂർണതയാ ഉള്ളത്. ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വമുള്ളത് നടക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഹല്ലേലൂയ ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡൻസിനോടെല്ലാം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പോകുന്ന ഇടത്ത് ദൈവ സാന്നിധ്യത്തിന് നിറവാ കാണേണ്ടത്. നിങ്ങളുടെ മുഖത്ത് ദൈവ തേജസ്സാ കാണേണ്ടത്. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ വാക്കുകളിൽ ദൈവ കൃപയുടെ ജ്വലനമാ കാണുന്നത്. അതായത് ദൈവ മഹത്വത്തിന്റെ പ്രദർശനശാലകളാണ് ദൈവത്തിന്റെ ഓരോ മക്കളും. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് നമുക്കെല്ലാം അറിയാം, ഉണ്ണിയെ കണ്ടാൽ അറിയാം. എല്ലാവർക്കും അറിയാം. നമ്മളെ നോക്കിയാൽ അറിയാം നമ്മൾ ഏത് വീട്ടിലെയാന്ന്. കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവത്തിന്റെ വീട്ടിലെയാണോ? ദൈവത്തിന്റെ വീട്ടിലെയാണോ? ആണെങ്കിൽ നിരാശ പറയണ്ട. ദൈവത്തിന്റെ വീട്ടിലെയാണെങ്കിൽ പരാതി പറയണ്ട. സകലതും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും, പറ, സകലതും, സകലതും. ഇന്ന് നീ പോകുന്ന തീച്ചൂളയുണ്ടല്ലോ, ഇന്ന് നീ പോകുന്ന കഷ്ടതയുണ്ടല്ലോ, ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുണ്ടല്ലോ, നന്മയ്ക്കായ. എന്താ അത്യന്തമായ നന്മ? എന്താ? ഒരു ദൈവത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായ നന്മ എന്തുവാണെന്നറിയാമോ? നിത്യതയാ. നിത്യതയ്ക്കായി ഒരുക്കുന്ന, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിത്യതയ്ക്കായി ഒരുക്കുന്ന ജീവിത അനുഭവങ്ങളാണ്, ദൈവ മഹത്വത്തിനായി ഒരുക്കുന്ന ജീവിത അനുഭവങ്ങളാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നേരിടുന്നത്. അത് വ്യത്യസ്തമാണ്, അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഈ മഹത്വത്തിന്റെ ആഴം വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് വെളിപ്പെടുത്തുന്നത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഹല്ലേലൂയ ഒരു പ്രതിസന്ധിയാണെങ്കിൽ വേറെ ചിലർക്ക് വേറെ ചില പ്രതിസന്ധികളായിരിക്കാം. പക്ഷെ ഇതിനകത്തൂടെ എല്ലാം ദൈവം ഓരോരുത്തരും എന്തെടുത്തോണ്ടിരിക്കുക? പണിതെടുത്തോണ്ടിരിക്കുക. നമ്മൾ പാടും, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു, അങ്ങനെ ഒന്ന് പണിത് വാർത്തെടുക്കണമേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. പക്ഷെ പലപ്പോഴും ഈ കളിമണ്ണെടുത്ത് ചക്രത്തിന്മേലിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ കർത്താവേ, ഈ ശോധന എനിക്ക് താങ്ങാൻ വയ്യായേ, ഈ പ്രശ്നം എനിക്ക് വയ്യായേ, ഈ പരാതി എനിക്ക് വയ്യാതെ, ഈ കർത്താവേ ഈ വാക്കുകൾ എനിക്ക് വയ്യായേ. നിന്നെക്കുറിച്ച് നീ അറിയാത്ത കാര്യങ്ങൾ നാട്ടുകാർ പറയുമ്പോൾ, വീട്ടുകാർ പറയുമ്പോൾ, നിന്നെ നോക്കി വല്ലാതെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ
വാക്കുകൾ പറയുമ്പോൾ, കൂട്ടുകാർ പറയുമ്പോൾ, ഹല്ലേലൂയ, കർത്തൃ സന്നിധിയിൽ കടന്നു ചെന്ന് കർത്താവേ ഇതെന്ത് എന്ത് എന്ന് ചോദിക്കാനല്ല, മോശയെ പോലെ ജനം മുഴുവൻ, ലക്ഷക്കണക്കിന് ജനം തനിക്കെതിരെ നിന്ന് ഹല്ലേലൂയ സംസാരിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ മോശയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റു. അവനോട് പറഞ്ഞു, നിന്റെ കരം നീ ആ ചെങ്ങളുടെ നേരെ ഒന്ന് നീട്ടുക. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രതിസന്ധിയുടെ ആഴത്തിൽ നിന്റെ കരം നീട്ടാൻ ദൈവം പറഞ്ഞെങ്കിൽ അതിന് പുറത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരം നീട്ടിയിട്ടുണ്ട്. ഒരു അദൃശ്യ കരമാ ആ കരം. മോശ നോക്കുമ്പോൾ തന്റെ കരവും വടിയുമേ കാണുന്നുള്ളൂ. എന്നാൽ അതിന്റെ മേലിൽ ഒരു സ്വർഗീയ കരമുണ്ട്. നിന്റെ വിഷയങ്ങളുടെ മേൽ എങ്ങനെ മുമ്പോട്ട് വന്ന് ചോദിച്ചുകൊണ്ട് വളരെ ദുഃഖത്തോടെ കടന്നു വന്ന പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ ആലോചന കൃത്യതയോടെ വിളിച്ചു പറയട്ടെ. വിശ്വാസത്തിന്റെ കരം നീട്ടുവാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുന്ന വലങ്കരം, വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരം, സൃഷ്ടിപ്പിന്റെ വലങ്കരം, സൗഖ്യമാക്കുന്ന വലങ്കരം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ സൃഷ്ടിപ്പിന്റെ വലങ്കരം നിനക്ക് വേണ്ടി നീട്ടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ധൈര്യമായോ, ഉറപ്പായോ, സന്തോഷമായെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരം, നമ്മൾ പാടും, എന്നെ നടത്തുന്ന ആ പൊന്നുകരമോ ഒരു നാളും അത് കുറുകിപ്പോകത്തില്ല കേട്ടോ. എൻ്റെ സ്വരം കേൾക്കുന്ന ഒരു കാത് എനിക്കുണ്ട്, ഒരു നാളും അത് മന്ദമാകത്തില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇന്ന് പകൽ നിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് നീ കരയുന്ന വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി തരുന്ന ദൈവം. ഒന്നാമത്തെ മഹത്വമുള്ള പദവി ദൈവ മക്കളാക്കി. പറഞ്ഞേ, ദൈവ മക്കളാക്കി. എങ്ങനെ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവം നമ്മളെ മാറ്റി. അതിൻ്റെ ആഴമാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പഠിച്ചത്. ഇനി നമ്മൾ അന്യന്മാരും പരദേശികളൊന്നുമല്ല. ഈ 2-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ കൂടാതെയായിരുന്നപ്പോൾ നാം ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മൾ വളരെ കോപത്തിൻ്റെ മക്കളായിരുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെതായിരുന്നു. നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, ദൈവിക നന്മകളില്ല, സന്തോഷമില്ല. എന്നാൽ ക്രിസ്തു ജീവിതത്തിൽ വന്നപ്പോഴോ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ നമ്മെ തന്റെ മക്കളായി സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കി. അതാണ് എഫേസ്യ ലേഖനം 1:3. സ്വർഗത്തിലെ കാണാതെ പറ, സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ, കരം നിർത്താമോ, ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുൻപേ നിന്റെയും എൻ്റെയും പേർ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഇവൻ എൻ്റെ മകൻ, ഇവൾ എൻ്റെ മകൾ, ഈ ദേശത്ത് എൻ്റെ വേല ചെയ്യും, എനിക്കായി നിൽക്കും. വലിയ പ്രതിസന്ധികൾ നേരിട്ടേക്കാം, വിഷയങ്ങൾ നേരിട്ടേക്കാം, പക്ഷേ അവളെ ഞാൻ താങ്ങും. എൻ്റെ ഉള്ളം, എൻ്റെ കരം താങ്ങുന്ന എൻ്റെ വൃതൻ, എൻ്റെ കരം ബലപ്പെടുത്തുന്ന എൻ്റെ ദാസി. ഓ ഹല്ലേലൂയ! അതാണ് ദൈവമഹത്വം. അങ്ങനെ നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, അങ്ങനെ നമ്മളെ ആക്കി തീർത്തപ്പോൾ ഇനി എന്താണ് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ? പ്രതീക്ഷ, ദൈവമഹത്വം എന്നുള്ള ആ ടോപ്പിക്കിൽ തന്നെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്തുവാ? നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 28-ാം വാക്യമാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്. 23 മുതൽ വായിച്ചാട്ടെ. 29, 30. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കർത്താവിൻ്റെ വിളി, മുന്നറിവ് കിട്ടിയവരെയൊക്കെ എന്തോ എടുത്തു? വിളി കിട്ടി. ഇവിടെ കർത്താവിൻ്റെ വിളി കിട്ടിയവരെ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. ആ ഇൻവിറ്റേഷൻ, ആ കോള് കിട്ടിയവരെല്ലാം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കാലാകാലങ്ങളിൽ വിവിധ ജീവിത അനുഭവങ്ങളിൽ കൂടി ചിലർക്ക് യോനയെപ്പോലുള്ള വിളി കിട്ടിയവരുണ്ട്, ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ഹല്ലേലൂയ എലീശയെപ്പോലുള്ള വിളി കിട്ടിയവരുണ്ട്. വ്യത്യസ്തമായ വിളികളാണ് ഓരോരുത്തർക്കും കിട്ടിയത്. പക്ഷെ ആ വിളിച്ചവരെ ദൈവം എന്തോ എടുത്തു?
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങൾ മാറ്റി നീക്കി, ഹല്ലേലൂയ, സകല പാപങ്ങളും ക്ഷമിച്ച് നീതീകരിച്ചു. ഇപ്പൊ എന്തോ എടുത്തോണ്ടിരിക്കുകയാണ്? പറഞ്ഞേ, സാങ്ക്ടിഫിക്കേഷൻ ആണ്. എന്താണ് പറയുന്നത്? വിശുദ്ധീകരണ പ്രക്രിയയിലാണ് ഇപ്പൊ ഈ കടന്നു പോകുന്ന ശോധന. ഒന്ന് പറഞ്ഞേ, ഈ മഹത്വം വെളിപ്പെടണമെങ്കിൽ, തേജസ് വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ തേജസ്സിന്റെ ആഴം വെളിപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, വിശുദ്ധീകരണം നടന്നേ മതിയാകുകയുള്ളൂ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അവൻ പ്രതീക്ഷിക്കുന്ന ആ ലെവലിലേക്ക് എത്തണമെന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്. ഞാനൊരു അധ്യാപികയാണ്, വിവിധ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഞാൻ പല വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. എൻ്റെ പഠന മേഖല പുതിയ നിയമമായിരുന്നു. ഗ്രീക്ക് ഉൾപ്പെടെ പല സബ്ജക്ട്സും പഠിപ്പിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഗ്രീക്കിൻ്റെയൊക്കെ പരീക്ഷ ഇടുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ സ്റ്റുഡൻറ്റ് ഈ ലെവലിൽ വരണം, ഈ ലെവലിലേക്ക് ഒന്ന് വരണം. ഗ്രാമർ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പം പരീക്ഷയ്ക്കൊക്കെ ഇടുമ്പോൾ, ക്ലാസ് ടെസ്റ്റൊക്കെ ഇടുമ്പോൾ മാർക്ക് അവർക്ക് കുറയുന്ന ഉടനെ ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിച്ചു പറയും, കുഞ്ഞേ ഇന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിക്കണം. ചിലർക്ക് ആൽഫബറ്റ്സ് തെറ്റും, അവരോട് പറയും ആൽഫബറ്റ്സ് 25 പ്രാവശ്യം എഴുതി പഠിക്കണം, എന്നാലേ പഠിക്കത്തുള്ളൂ. എന്തിനാ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? അവരെ ഒന്ന് ആ കാര്യത്തിനകത്ത് ദൃഢതയുള്ളവരാക്കുക, ആ വിഷയത്തിനകത്ത് എന്തുവാ മികവുള്ളവരാക്കുക. അത് അധ്യാപികയുടെ ലക്ഷ്യം. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ? നാശലോകത്തിൽ നിന്നെ വീണ്ടെടുത്ത് നിനക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ പദ്ധതിയിലേക്ക് നിന്നെ എത്തിച്ച് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ദൈവം കരുതിയിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നിന്നെ എത്തിക്കണമെങ്കിൽ ഈ ശോധന ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കരമുയർത്തി, കർത്താവേ, എൻ്റെ കഷ്ടതകൾക്കായിട്ട് നന്ദി, ഞാൻ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾക്ക് നന്ദി ഒന്ന് പറയാമോ? ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കരം കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നു, ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നു, ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. ഇപ്പോൾ ഒരു പക്ഷേ നിനക്ക് മനസ്സിലാകത്തില്ല, കർത്താവേ ഇതെന്തുവാന്നായിരിക്കും നീ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് സ്തോത്രം, സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. സ്തോത്രം. എൻ്റെ പുത്രനോട്, ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 29-30. ഹല്ലേലൂയ. അനേക പുത്രന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ എന്താ ദൈവത്തിന് നമ്മോടെ കുറിച്ചുള്ള വലിയ രണ്ടാമത്തെ മഹത്വം വെളിപ്പെടുത്തുന്ന മേഖല എന്തുവാ? യേശു ക്രിസ്തുവിനെ പോലെയാക്കുക. ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിനെ പോലെയാകുക. അതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെയും അപ്പോസ്തലനായ യോഹന്നാൻ്റെയും ലേഖനങ്ങളിൽ ആഴത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലും ക്രിസ്തുവിൽ ഓരോ വ്യക്തിയെയും പരിപൂർണതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം മറ്റുള്ള സുവിശേഷങ്ങളെ പോലെ അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു സുവിശേഷമല്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം ദീർഘമായ യേശു കർത്താവിൻ്റെ സംഭാഷണങ്ങളെ കൊണ്ട് നിറഞ്ഞ പുസ്തകമാണ്. ഹല്ലേലൂയ. ആഴം അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഹല്ലേലൂയ. ഒന്നാമത്തെ മേഖല 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ബുക്ക് ഓഫ് സയൻസ് അല്ലെങ്കിൽ അടയാളങ്ങളുടെ പുസ്തകമെന്നും 13 മുതലുള്ള അധ്യായങ്ങൾ ബുക്ക് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പുസ്തകമെന്നും തിരിക്കാം. അടയാളങ്ങളുടെ പുസ്തകത്തിൽ മറ്റുള്ള സുവിശേഷകരെ പോലെ യേശു കർത്താവ് ചെയ്ത എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒന്നും എഴുതിയിട്ടില്ല. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്നൊരു പദമില്ല, മറിച്ച് അടയാളം. ഹല്ലേലൂയ. 2:11 വായിക്കാമോ? 2:11. ആദ്യത്തെ അടയാളം. യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി. അടയാളങ്ങളുടെ ആരംഭം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ സൈഡിലിരിക്കുന്ന സഹോദരിമാര് പറഞ്ഞേ, യേശു കർത്താവ് ചെയ്ത ആദ്യത്തെ അടയാളം എന്തായിരുന്നു? വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കരമടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ അവിടുത്തെ സോഷ്യോ കൾച്ചറൽ സിറ്റുവേഷൻസിൽ ആ ഒരു വിവാഹ ഭവനത്തിൽ
ഏറ്റവും വിലയേറിയതായിരുന്നു ആ ഘടകം. അതിന് കുറവ് വന്നപ്പോൾ അവിടെ സാക്ഷാൽ മുന്തിരിവള്ളിയായവൻ തൻ്റെ അനുഭവം ഒന്ന് വെളിപ്പെടുത്താൻ തുടങ്ങി. സാക്ഷാൽ മുന്തിരിവള്ളിയായവൻ തന്നിലൂടെ ഉള്ള ജീവന്റെ ഒരു ഹല്ലേലൂയ ഉറവയെ അവിടെ നിന്ന് തുറന്ന് അവിടുത്തെ പോരായ്മകളെ പരിഹരിച്ചു എങ്കിൽ അവിടെ തുടങ്ങുകയാണ് അടയാളങ്ങളുടെ ആരംഭം. കർത്താവിന് സ്തോത്രം. നാം വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരാം. 17-ാം അധ്യായം യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന അധ്യായമാണ്. എഴുതുന്നവർക്ക് എഴുതാം. യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, ദ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ജോൺ 17. ഇതിനെ 3ആയിട്ട് തിരിച്ചു പഠിക്കാം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുക. പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുക. 6 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ പുത്രൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 20 മുതലുള്ള വാക്യത്തിൽ പുത്രനായ ക്രിസ്തു, മണവാളനായ ആ കാന്തൻ തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 3ആയിട്ട് തിരിച്ചു പഠിക്കാം. മഹത്വം, ദൈവമഹത്വം. പഴയ നിയമത്തിൽ ദൈവമഹത്വം നാം കേട്ടല്ലോ. പോയി പലപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ദാസിലെ ഉദ്ഘാടന മേരി ആൻ്റിയുടെ സന്ദേശത്തിൽ നാം കേട്ടല്ലോ, മഹത്വം പോയതാ കേൾക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ മഹത്വത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാ നമ്മൾ. അതിൻ്റെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം എടുക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം എല്ലാവരും ഒന്ന് എടുത്താട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 2-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇതൊന്ന് നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞേ, എന്തിനാ നമ്മളെ വിളിച്ചതെന്നറിയാമോ? ഈ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം, യേശു ക്രിസ്തുവിൻ്റെ തേജസ്, യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തിൻ്റെ ആഴം പ്രാപിപ്പാനാണ്. അത് നമ്മുടെ ഭവനത്തിൽ, നാം നടക്കുന്നിടത്ത്, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, വേറെവർ യു ആർ, അവിടെയൊക്കെ നിങ്ങളെ ആക്കി വെച്ചേക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സ്ഥാനാപതിയാക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം. ഹല്ലേലൂയ. വാക്കിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, ജീവിത ശൈലിയിലാകട്ടെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഒരു നഗരത്തിൽ കൂടി ഹല്ലേലൂയ ഒരു വ്യക്തി യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഹല്ലേലൂയ പോകുന്ന വഴിക്ക് ദൈവത്തിന് സ്തോത്രം ഒരു വടക്കേ ഇന്ത്യൻ ഗ്രാമമാണ്. അവിടെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഒരു കടയിൽ ചെന്ന് ആ കടക്കാരനോട് ചോദിച്ചു, ഇവിടെ യേശുക്രിസ്തുവിനെ അറിയുന്ന ദൈവസഭ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, സഭയെന്ന് പറഞ്ഞാൽ എന്തോന്നൊന്നും അറിയത്തില്ല, പക്ഷെ യേശു എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഒന്ന് സ്വത്രം പറയാമോ? യേശു എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ നാട്ടിൽ ദൈവം തിരഞ്ഞെടുക്കുക യേശുവിൻ്റെ പ്രതിപുരുഷനായി, ഹല്ലേലൂയ, വ്യക്തിത്വമായി നിങ്ങളും ഞാനുമായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി പറയാമോ? ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു മാനപാത്രമാക്കി നമ്മെ ദൈവം കണ്ടിരിക്കുന്നു. അങ്ങനെയായി തീരുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നുന്നത്. അപ്പോഴാണ് ദൈവ തേജസ്സിൻ്റെ ആഴം നമ്മിൽ വ്യാപരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തെ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. ഈ നമുക്കറിയാം, ഈ ഒരൊറ്റ വാക്യം പഠിച്ചാൽ 2-ാം അധ്യായത്തിൽ ആ പ്രിയ മാതാവിനോട് യേശു കർത്താവ് പറയുകയാണ്, സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. തുടർന്നുള്ള അധ്യായങ്ങളിലെല്ലാം പഠിക്കുമ്പോൾ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ തൻ്റെ ശുശ്രൂഷ തികച്ച് ഹല്ലേലൂയ അടുത്ത ദിവസങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ പിടിക്കപ്പെടുവാനായിട്ട് പറയുകയാണ്, പിതാവേ,
നാഴിക വന്നിരിക്കുന്നത്. ഹവർ ഹാസ് കം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ നാഴിക വന്നിരിക്കുന്നു. ക്രൂശിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. കഷ്ടാനുഭവങ്ങളിൽ കൂടി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. കർത്താവേ, എൻ്റെ കല്ലറയ്ക്കകത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഓ റബൽ ഖബാരവ, കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ എന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഹല്ലേലൂയ എന്നിൽ ഒരു വലിയ മഹത്വം തരാനുണ്ട്. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്? എഫേസ്യ ലേഖനം 1:14 വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പകർന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്തുവാ? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ആമേൻ, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. മഹത്വത്തിന്റെ പുകഴ്ച എന്താണ്? ഒന്നുകൂടെ എഴുതിക്കോളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ദൈവ മഹത്വത്തിന് പുകഴ്ചയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിരുന്നു പറഞ്ഞേ, ദൈവ മഹത്വത്തിനൊരു പുകഴ്ചയുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാട്ട് നന്നായിട്ട് പാടിയാൽ എല്ലാവരും പറയും നല്ല പാട്ടായിരുന്നെന്ന്. എന്നാൽ നമ്മളിൽ ദൈവമഹത്വം ഇറങ്ങിയാൽ എല്ലാവരും പറയും ദൈവമഹത്വത്തിൻ്റെ ആരാധനയായിരുന്നെന്ന്, ദൈവമഹത്വത്തിൻ്റെ ശുശ്രൂഷയായിരുന്നെന്ന്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് മുതൽ ഇവിടെ ദാസന്മാർ ശുശ്രൂഷിക്കുകയാണ്. വലിയ ദൈവമഹത്വം ഇവിടെ ഇറങ്ങണം. ഓരോ വ്യക്തി ജീവിതത്തിലും വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകണം. അതിന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഒന്നുകൂടെ വായിക്കാം. മഹത്വ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും സീൽ ചെയ്തിരിക്കാം. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. എന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടതിന് നന്ദി പിതാവേ. എന്നിൽ വ്യാപരിക്കുന്ന ഈ വ്യാപാര ശക്തി എന്ന് പറയുന്നത് അങ്ങയുടെ മുദ്രയാണ്. അങ്ങനെ സീൽ ചെയ്തിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എന്നിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ ആഴമെന്ന് പറയുന്നത് അങ്ങയുടെ മഹത്വമേറിയ ആ പരിശുദ്ധാത്മാവിൻ്റെ എന്തിനു വേണ്ടി? അങ്ങയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്നെ സീൽ ചെയ്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തുവാ? നമ്മുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്തുവാ? ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ ജീവിത ലക്ഷ്യം എന്ത്? എന്നെ എന്തിനാ ഈ ദേശത്ത് ദൈവമാക്കി വെച്ചതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവാത്മാവ് കൃത്യതയോടെ വ്യക്തികളോട് സംസാരിക്കുന്നു. ദൈവമഹത്വത്തിൻ്റെ ഒരു പുകഴ്ച പറ. ഹല്ലേലൂയ. ദൈവമഹത്വത്തിൻ്റെ ഒരു പുകഴ്ച നിന്റെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബത്തിൽ, wherever you go, നീ എവിടെയായിരുന്നാലും ഹല്ലേലൂയ, ഒരുപക്ഷെ ഒരു മനുഷ്യനും കൂടെ കാണത്തില്ല, അവിടെ ദൈവമഹത്വം ഇറങ്ങുന്നത് കാണുവാൻ കഴിയും. ഒത്തിരി അനുഭവങ്ങൾ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് ആയിട്ട് ദീർഘവർഷങ്ങളായി 13-ാം വയസ്സിൽ കർത്താവിൻ്റെ വേല ചെയ്തു തുടങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ മാതാപിതാക്കൾ ഏകരായി കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടു. ഭവനത്തിൽ ദൈവിക ആരാധന ആരംഭിച്ചു. ഞാനൊരു കാത്തലിക് കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഹല്ലേലൂയ. 8-ാം ക്ലാസ്സിൽ ആ ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കുമ്പോൾ പപ്പ എനിക്കൊരു പുതിയ ബൈബിൾ വാങ്ങിച്ചു തന്നിട്ട് പറഞ്ഞു, എന്ത് ഭാരം വന്നാലും ബൈബിൾ വായിച്ചാൽ മതി, കർത്താവ് മറുപടി തരും. ഹല്ലേലൂയ. ഒറ്റയ്ക്കായി പോയതും പപ്പായെ കാണണം, അമ്മയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ബൈബിൾ വായിച്ചാൽ മതി, കർത്താവ് പിതാവായിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. 13 വയസ്സുകാരിയുടെ മനസ്സിലേക്ക് ഹല്ലേലൂയ എൻ്റെ പിതാവ് ഇത്ര ആഴത്തിലൊരു വചനം ഇറക്കി തന്നു. ഹല്ലേലൂയ. ഞാൻ വായിക്കാൻ തുടങ്ങി. 2 പ്രാവശ്യം ബൈബിൾ മുഴുവൻ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായി പ്രേരിപ്പിച്ചു. പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥന കണ്ടപ്പോൾ ചുറ്റുപാടുമുള്ളവരൊക്കെ കടന്നു വരാൻ തുടങ്ങി. വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സ്, കൂടെയുള്ള കൂട്ടുകാർ, അവർ കടന്നു വരാൻ തുടങ്ങി. ആരോടും അങ്ങോട്ട് പോയി പ്രേരണ വിളിച്ചതൊന്നുമല്ല. പക്ഷെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുന്നത് അവർ കാണുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി തരുന്നത് കാണുവാൻ തുടങ്ങി. എൻ്റെ ചില കൂട്ടുകാരുടെ മാതാപിതാക്കൾ കുടുംബജീവിതത്തിൽ തകർന്നവരായിരുന്നു. അവരുടെ കുടുംബജീവിതം യഥാസ്ഥാനപ്പെടുന്നത് കാണുവാൻ തുടങ്ങി. അവിടെ ദൈവ മഹത്വം തുടങ്ങുന്നത് കാണുവാൻ തുടങ്ങിയപ്പോൾ അതൊരു പ്രയർ ഗ്രൂപ്പായിട്ട് മാറുവാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തു തുടങ്ങി. കർത്താവിന് സ്തോത്രം. ആസ് യൂഷ്വൽ ഒരു കാത്തലിക് കോൺവെന്റിൽ പെന്തക്കോസ്തുകാരിയുടെ പ്രാർത്ഥനയും പാട്ടും ഉയർന്നാൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. എന്നെയും പിടിച്ചു, അടികൊണ്ടു. ഇനി മേൽ ഇവിടെ ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിർത്തിയില്ല. കാരണം എന്നിൽ ആരംഭിച്ചത് ഞാനല്ലായിരുന്നു, എന്നിൽ ആരംഭിച്ചത് ദൈവമായിരുന്നു. നമ്മൾ തുടങ്ങിയാല നമ്മൾ നിർത്തുന്നത്. ദൈവം തുടങ്ങിയാൽ ഒരു മനുഷ്യനെ കൊണ്ട് അത് നിർത്തുവാൻ കഴിയത്തില്ല. ഒന്ന് പറയാമോ? ദൈവം ഒരു പ്രവർത്തനം, ദൈവാത്മാവ് ചിലതിനെ വിവേചിച്ച് സംസാരിക്കുന്നു.
സംസാരിക്കുന്നു. ചില ശുശ്രൂഷകരെ വിവേചിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കാറ്റ് കാണുന്നില്ല, മഴ കാണുന്നില്ല, വരൾച്ചയായിരിക്കാം, ആത്മാക്കളില്ലായിരിക്കാം. കർത്താവേ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും ദേശത്തൊരു ദൈവ പ്രവൃത്തി കാണുന്നില്ല എന്ന് ചോദിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായ സന്ദേശം അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ ചില യാത്രകളും അതിന്റെ ആഴങ്ങളും ചില ശുശ്രൂഷ മേഖലകളും ദേശത്തിന് ഞാൻ കൽപ്പിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ അതിനായി ഒരുങ്ങിക്കൊള്ളണം. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അവിടെ തുടങ്ങിയതാ ദൈവപ്രവൃത്തി. തുടർന്ന് എൻ്റെ 5 വർഷത്തെ കോളേജ് കാലഘട്ടം ICPF-നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. വിവാഹശേഷം കഴിഞ്ഞ 27 വർഷങ്ങളാകുന്നു ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. മഹത്വം. അനേക സ്ഥലങ്ങളിൽ കർത്താവിന് സ്തോത്രം. ഭാഷ അറിയത്തില്ല, ദൈവത്തിന് സ്തോത്രം. നമുക്കറിയത്തില്ല ആരാണ് ഏതാണ് എന്നൊന്നും അറിയത്തില്ല. ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിയറ്റ്നാം എന്ന രാജ്യത്ത് കർത്താവിൻ്റെ വേലയ്ക്കായി കടന്നുപോയി. മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് കടന്നു പോകുന്നതാണ്. പാസ്റ്റേഴ്സിന് ക്ലാസ്സുകൾ എടുക്കുവാൻ വേണ്ടിയൊക്കെ പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വലിയ ദൈവമഹത്വം ഇറങ്ങുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യരുമില്ലാത്ത ഒരു മീറ്റിങ്ങിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒറ്റ ഒരു വ്യക്തി, അത് ട്രാൻസ്ലേഷൻ വിളിച്ചേക്കുക, ബാക്കിയുള്ളവരെല്ലാം വിയറ്റ്നാംകാരാണ്. ഹല്ലേലൂയ. ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഏകയായി അവിടെ നിൽക്കുമ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ബാല്യത്തിൽ പറഞ്ഞ ഒരു പ്രവചനത്തിന് നിവൃത്തിയാണ്. ഹല്ലേലൂയ. അക്ഷരാഭ്യാസമില്ലാത്ത ഹല്ലേലൂയ ഒരു ദൈവദാസൻ, എന്നാൽ ദൈവകൃപയാൽ നിറയപ്പെട്ടവൻ. ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, പക്ഷെ വചനം മുഴുവൻ കാണാതെ അറിയാം. നിന്റെ കഴിവിനും പ്രാപ്തിക്കും അപ്പുറമാണ് പരിശുദ്ധാത്മാവ് നിന്നിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ കഴിവിനോ നിന്റെ പ്രാപ്തിക്കോ അപ്പുറമായി ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് വ്യാപരിക്കുമ്പോൾ ആളുമാറിയതുപോലെ നിന്റെ ശുശ്രൂഷ മേഖലകളിൽ ഒരു പുതുക്കം തരുമെന്ന് എത്ര പേർ ഇന്ന് കാലം വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വലുതാകട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു മീറ്റിങ്ങിൽ കർത്താവിന് സ്തോത്രം. ഇന്ത്യക്കാരായി ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ ആ പ്രിയ പിതാവ് എൻ്റെ ബാല്യത്തിൽ എന്നോട് പറഞ്ഞൊരു പ്രവചനമാണ്. എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇത് കുറിച്ചിട്ടോ, ഈ കുഞ്ഞ് വളരുമ്പോൾ ഇവൾ ഹല്ലേലൂയ അറിയാത്ത ഭാഷ കേൾക്കുന്നവരുടെ മധ്യത്തിൽ നിൽക്കും. ഇവളുടെ ഭാഷ അവർക്കോ അവരുടെ ഭാഷ ഇവൾക്കോ മനസ്സിലാക്കത്തില്ല. എന്നാൽ ഞാൻ അവിടെ ചില വലിയ പ്രവർത്തികൾ ആരംഭിക്കും, വലിയ മഹത്വം വെളിപ്പെടുത്തും. അത് കഴിഞ്ഞ വർഷം കാണുവാൻ, ചില മാസങ്ങൾക്ക് മുമ്പ് കാണുവാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഒരു നിയോഗമുണ്ട് കേട്ടോ. വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഒരു നിയോഗം നിനക്ക് തരും. ആ നിയോഗത്തിന് നീ കാൽ വെച്ചാൽ സാഹചര്യങ്ങളെ നോക്കാതെ, ആരെയും നോക്കാതെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ നീ വെക്കുവാൻ തയ്യാറായാൽ ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചന ശക്തമായി വിളിച്ചറിയിക്കുന്നു. രക്തത്താലും വചനത്താലും ജയം. ഇവിടെ ഇതാ ദൈവത്തിന് സ്തോത്രം. മഹത്വം, മഹത്വം, മഹത്വമേറിയ ഇതുവരെ പറയാണ് മഹത്വം. കർത്താവേ, ആ മഹത്വത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമേ. അടുത്ത വാക്യം കൂടെ വായിക്കാമോ? യോഹന്നാൻ 17:2. യോഹന്നാൻ 17:2. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഓ, കർത്താവ് പിതാവിനോട് പുത്രൻ പറയുക, പിതാവേ, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ എന്ത് കൊടുക്കും? നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിന്മേലും. ഒന്ന് കരമുയർത്തി സ്തോത്രം പറ. സകല ജഡത്തിന്മേലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. ഈ ഞങ്ങളെ കേൾക്കുന്ന ഒരു പക്ഷേ മീഡിയകളിൽ കൂടി, സോഷ്യൽ മീഡിയയിൽ കൂടി ഞങ്ങളെ കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, വ്യക്തിപരമായി നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അധികാരമുണ്ട്. യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവിതം പാടെ മാറും. ഹല്ലേലൂയ. ആകെ താളം തെറ്റി ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി അവസാനിച്ചു, മരിച്ചാ മതി, മരണം കാത്തിരിക്കുന്ന നിന്നോട് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്നാൽ എല്ലാം പുതുതാക്കുവാൻ, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതുമ വരുത്തുവാൻ, ജീവിതത്തിൽ വൈരൂപ്യമായതിനെ മനോഹരമാക്കുവാൻ കർത്താവ് വന്നിട്ടുണ്ട്.
അവൻ നല്ല കർത്താവാകട്ടോ. അവൻ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ നിന്റെ ജീവിതം മനോഹരമാകും. അർത്ഥശൂന്യമെന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ജീവനെ നൽകുക, അധികാരം നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അടുത്ത വാക്യം വായിച്ചോളൂ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. സ്തോത്രം പറയാമോ? ഇതുവരെ നിത്യജീവന്റെ അനുഭവമില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായി സുവിശേഷം നിങ്ങളോട് പറയട്ടെ. ഏകസത്യ ദൈവമായ ഹല്ലേലൂയ ദൈവത്തെയും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതാണ് നിത്യജീവൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ കളത് പറ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവിൽ ജനിക്കുവാൻ, ക്രിസ്തുവിനായി തീരുവാൻ ഓരോ വ്യക്തികളെയും ദൈവം ഉണർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ആ ദൈവശാസ്ത്രത്തിൻ്റെ ആഴം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 6-ാം വാക്യം മുതൽ പറയുന്നു. ഒന്ന് വായിക്കൂ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. കൈക്കൊണ്ടു യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി. ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ കർത്താവും രക്ഷിതാവുമായി ഹല്ലേലൂയ ജീവിതത്തിൽ കൈക്കൊണ്ടു. കർത്താവെ, ഇനി മുതൽ അങ്ങാണ് എൻ്റെ യജമാനൻ. ഇതുവരെ എനിക്ക് യജമാനനായിരുന്ന അനേകരുണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഇന്ന് മുതൽ യേശുവെ അങ്ങൻ്റെ മാസ്റ്ററാണ്. ഹല്ലേലൂയ. അങ്ങൻ്റെ കുറിയോസ്, ഐ ആം യുവർ ഡ്യൂലോസ്, ഞാൻ അങ്ങയുടെ ദാസനാണ്, ദാസിയാണെന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, നിത്യതയുടെ പ്രത്യാശയുണ്ട്, ദൈവകൃപയുടെ ആഴമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:6 ക്രിസ്തു ശാസ്ത്രപരമായ ലേഖനമാണ് കൊലോസ് ലേഖനം. ഹല്ലേലൂയ. പറയുകയാണ് 6-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. എവിടെ നടക്കണം പറഞ്ഞേ? വേറെ എവിടെയാണ് നടക്കണ്ടേ? ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ. ഇതാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ ഈ കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ഹല്ലേലൂയ പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുന്നത് ഈ കൂട്ടായ്മ, ഈ ഹല്ലേലൂയ ഒന്നിക്ക, യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, ഫെലോഷിപ്പ്, കർത്താവിൻ്റെ സ്തോത്രം, കൊയ്നോനിയ, ആ കൂട്ടായ്മയുടെ അനുഭവം എന്താണത്? ഒന്നായിരിക്കുക, യൂണിറ്റി ആയിരിക്കുക. ക്രിസ്തുവിൻ്റെ ഹൃദയമാണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. ആകയാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടത് പോലെ അവൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി. ഓ ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:5 ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യരായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്, യേശു ക്രിസ്തുവിൻ്റെ ഭാവം, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ്. ഇനിയും കൊലോസ് ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 2:7 അവനിൽ വേരൂന്നുക. ഒന്ന് അതിൻ്റെ ഒരു ആഴത്തിലോട്ടൊന്ന് പോകണം. ദൈവമഹത്വം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നണം. ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. എഴുതുന്നവർക്ക് എഴുതാം. ദൈവമഹത്വം ജീവിതത്തിൽ വെളിപ്പെടണമോ? ക്രിസ്തുവിൽ വേരൂന്നണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ 7-ാമത്തെ ഞാൻ പ്രസ്താവന, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. 2-ാം വാക്യം വായിച്ചോളൂ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം
നിങ്ങൾ ഇപ്പോൾ ഈ ശുദ്ധിയുള്ളവരാകുന്നു. വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഈ വചനം ആഴത്തിൽ ഇറങ്ങി പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ വചനം ഇറങ്ങി പരിവർത്തിക്കുമ്പോൾ ശുദ്ധീകരണം നടക്കുക, നിത്യതയ്ക്കായി ഒരുക്കപ്പെടുക, ശുശ്രൂഷയിൽ മുന്നേറുക, വ്യക്തിപരമായി ദൈവകൃപയാൽ നിറയപ്പെടുകയാണ്. അടുത്ത വാക്യം, 4-ാം വാക്യം. ഞാൻ നിങ്ങളിലും എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അണ്ടർലൈൻ ചെയ്യാമോ? അതൊന്ന് എഴുത്. യേശു കർത്താവ് പറയുക, റിമൈൻ ഇൻ മീ, അബൈഡ് ഇൻ മീ. എന്നിൽ നിങ്ങളൊന്ന് വസിക്കാമോ, ഞാൻ നിങ്ങളിലും വസിക്കാം. അടുത്ത വാക്യം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കരമൊന്ന് ഉയർത്തിക്കേ. നമ്മുടെ സ്വന്തം പ്രാപ്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ക്രിസ്തുവിൽ വസിച്ചാൽ ആളു മാറിയവരെ പോലെയാക്കി തീർക്കും. നിന്റെ ഹിസ്റ്ററി നോക്കുന്നവരോട് ദൈവാത്മാവ് ഒന്നുകൂടെ ആഴത്തിൽ ഇടപെടുകയാ. നിന്റെ ഹിസ്റ്ററി നോക്കി പോകുന്നവർക്ക് അത് ഹിസ് സ്റ്റോറിയാക്കും, അവൻ്റെ സ്റ്റോറിയാക്കി അത് മാറ്റും. നിന്റെ ഇന്നലകളെ നോക്കി പോകുന്നവർക്ക് അത് അവൻ്റെ യേശുവിൻ്റെ സ്റ്റോറിയാക്കി നിന്റെ ജീവിതത്തെ മാറ്റണമോ ഇന്ന് പകൽ സമർപ്പിക്കാമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. 5-ാം വാക്യം വായിച്ചാട്ടെ കുഞ്ഞേ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ആമേൻ. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതാണ് ഏറ്റവും പ്രാധാന്യം. ക്രിസ്തുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ശുശ്രൂഷകരോട് വിളിച്ചു പറയട്ടെ, ദേശത്തെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്തു ഇല്ലാത്ത പ്രസംഗം വ്യർത്ഥം, ക്രിസ്തു ഇല്ലാത്ത ശുശ്രൂഷ വ്യർത്ഥം, ക്രിസ്തു ഇല്ലാത്ത സ്വയത്തെ ഉയർത്തുന്ന വിഷയങ്ങൾ വ്യർത്ഥം. ക്രിസ്തുവിനെ ഉയർത്താനായിട്ട് തയ്യാറാകാമെങ്കിൽ ദൈവം നിന്നിൽ രാജാവായി മഹത്വത്തോടെ ഇറങ്ങി വരും. തല ഉയർത്തി കാണുക, അവൻ്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങിയാൽ അവിടെ നിന്റെ ശുശ്രൂഷയുടെ രീതി മാറും, നിന്റെ രൂപത്തിൻ്റെ ആ ഗതി മാറും, നിന്റെ കുടുംബത്തിൻ്റെ ഗതി മാറും, നിന്റെ തലമുറയുടെ ഗതി മാറും. നിന്റെ തലമുറയുടെ അധ്യാപകർ അവരെ നോക്കി കഴിവില്ലാത്തവർ എന്ന് വിധി എഴുതി കാണും. പക്ഷെ ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവർ ഹല്ലേലൂയ എക്സലന്റ് സ്റ്റുഡൻസ് ആയി മാറുമെന്ന് ഞാൻ ഇന്ന് പകൽ ശക്തമായി നിങ്ങളോട് ദൂത് അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ്. അപ്പോൾ വേരൂന്നുക. അപ്പോൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, വളരെ ഫലം, വളരെ ഫലം, മച്ച് ഫ്രൂട്ട്. ദൈവം പ്രതീക്ഷിക്കുന്ന എന്തുവാ? വല്ലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പം ഒരു ഫലമല്ല, മച്ച് ഫ്രൂട്ട്. സീസൺസ് ആൻഡ് ഔട്ട് ഓഫ് സീസൺസ്. സീസണിലും കായ്ക്കും, ഔട്ട് ഓഫ് സീസണിലും കായ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ എല്ലാ കാലത്തും ഫലം കായ്ക്കുന്ന ഹല്ലേലൂയ ഏറ്റവും ഹൈബ്രിഡ് ആയിട്ടുള്ള വൃക്ഷത്തൈകൾ വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഒരു 4 പ്ലാവ്. വർഷം മറ്റേ പ്ലാവ് വർഷത്തിൽ ഒരിക്കലേ കായ്ക്കത്തുള്ളൂ. ഇവർ ചിലപ്പോൾ മിക്കവാറും എല്ലാം കായുണ്ടാവും. മിക്കവാറും എല്ലാം വന്നുകൊണ്ട് ചക്കയുണ്ട്. ഒരാളൊന്ന് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആൾ ചക്ക ഉണ്ടാക്കാൻ തുടങ്ങും, അടുത്ത ആൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആൾ ചക്ക. അതുകൊണ്ട് വർഷം മുഴുവൻ നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയാവോ? ഹൈബ്രിഡാ. ഇപ്പം നമ്മളെ അതിനേക്കാളും വലിയ ഹൈബ്രിഡാ. കാരണം നമ്മളെ ചേർത്തൊട്ടിച്ചേക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ മുന്തിരിവള്ളിയോടാ. ആ മുന്തിരിവള്ളിയോട് അതിനെ ചേർത്തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ നടുവിലും, നിന്റെ കഷ്ടതയുടെ നടുവിലും, നിന്റെ ശോധനയുടെ നടുവിലും, നിന്റെ വേദനയുടെ നടുവിലും, ഒറ്റപ്പെടലിന്റെ നടുവിലും, ഏകാന്തതയുടെ നടുവിലും നിനക്ക് ഫലം കായ്ക്കുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ വിഷയങ്ങളുടെ മുൻപിൽ, നിന്നെ തകർക്കുവാൻ നോക്കുന്ന ശത്രുവിന്റെ പദ്ധതികളുടെ മുൻപിൽ ഫലമുള്ളവരായി, ബലമുള്ളവരായി, ദൈവകൃപയാൽ ശോഭിക്കുന്നവരായി തീരണമെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നുക. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ വേരൂന്നുക, ക്രിസ്തുവിൽ വേരൂന്നുക. ക്രിസ്തുവിൽ വേരൂന്നി ബലത്തോടെ എഴുന്നേൽക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആ കൊലോസ് ലേഖനത്തിലെ 2-7 വാക്യം ഒന്നുകൂടെ വായിച്ചു. അവനിൽ വേരൂന്നിയും വായിച്ചു. ആത്മീക വർധന പ്രാപിച്ചു. ശ്രദ്ധിച്ചോണേ, അവിടെ നിൽക്കണം. വേരൂന്നിയാലുള്ള ഗുണം തളർച്ചയല്ല, വളർച്ചയാ. സ്തോത്രം. വേരൂന്നിയാലുള്ള ഗുണം തളർച്ചയല്ല, വളർച്ചയാ. എല്ലാ മേഖലയിലും ഒരു വളർച്ചയാ. നിന്റെ ശുശ്രൂഷയുടെ വളർച്ചയാ. ഒന്ന് പറ. നിന്റെ ജീവിതത്തിൻ്റെ വളർച്ചയാ. നിന്റെ അതിരുകൾ വിശാലമാകും. നിന്റെ ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകും.
വചന പഠനത്തിൻ്റെ അതിര് വിശാലമാകും, പ്രാർത്ഥനയുടെ അതിര് വിശാലമാകും, ആരാധനയുടെ അതിര് വിശാലമാകും. ഹല്ലേലൂയ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ അതിര് വിശാലമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിനായി ഹല്ലേലൂയ എന്തൊക്കെ ചെയ്തെടുക്കാമോ അതൊക്കെ ചെയ്തെടുക്കുവാനായി നീ ഓരോ ദിവസവും മെനക്കെട്ട് പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കിട്ടിയതും കൊണ്ട് ഹല്ലേലൂയ ആ ഒരു താലന്ത് കിട്ടിയവനെ പോലെ അതും കൊണ്ട് അവിടെ കൊണ്ട് പാത്തു വെക്കുന്ന പരിപാടിയല്ല. പിന്നെയും നേടുക, പിന്നെയും എനിക്ക് എന്തൊക്കെ പ്രവർത്തിക്കാം, എവിടൊക്കെ പോകാം, പുതിയ വേല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത്, പുതിയ ഏരിയകൾ തിരഞ്ഞെടുത്ത്. സഹോദരിമാരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 പേർ ചേർന്ന് ഹല്ലേലൂയ 3 പേർ ചേർന്ന് ചില ഏരിയകൾ കയറിയിറങ്ങി ട്രാക്റ്റുകൾ കൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങും. അങ്ങനെയാ സഭ വളരുന്നത്. പുതിയ ആത്മാക്കൾ വരണമോ നാം സുവിശേഷം പറഞ്ഞേ മതിയാകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇറങ്ങി പ്രവർത്തിച്ചെങ്കിലേ ദൈവസഭയ്ക്കകത്ത് ദൈവജനം വരത്തുള്ളൂ. എത്ര പേർ സഹോദരിമാർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അത് ദൈവദാസന്മാരുടെ ജോലിയല്ല, നമ്മുടെ ജോലിയാ. നമ്മുടെ പ്രാർത്ഥനയുടെ വിശാലത, കാഴ്ചപ്പാടിന്റെ വിശാലത, ദർശനത്തിന്റെ വിശാലത നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആത്മീക വർധനവ്, വേരൂന്നിയാൽ ആത്മീക വർധനവ്, കാഴ്ചപ്പാട് മാറും. പരാതി പറച്ചിൽ നിൽക്കും. ഒന്ന് പറയാമോ? ആത്മീക വർധന വരുമ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ആത്മീക വർധന വരുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് പരാതി പറയുന്നത് നിൽക്കും. ഭർത്താവിനോടാണല്ലോ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത്, ഇല്ലേ? ഭാര്യമാർ ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന ആരോടാ? ഭർത്താവിനോട്. ഞാൻ ഇനിയും ഭർത്താവിനോട് പരാതി പറയത്തില്ലെന്നൊരു തീരുമാനം എടുക്കാവോ? ജീവിതം സന്തോഷമാവും, വീട്ടിൽ വഴക്കില്ലാതാവും. ഭർത്താക്കന്മാർക്ക് ഏറ്റവും പിണക്കുള്ള കാര്യം എന്തോ നിങ്ങൾക്കറിയാവോ? പരാതി. സ്തോത്രം. നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരിടമുണ്ട്. നിന്റെ ഹൃദയം തുറക്കാൻ ഏറ്റവും നന്നായി നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. അവന്റെ സന്നിധിയിൽ പോയി നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, ഫിലിപ്പിയ ലേഖനം 4:6-7, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്ത വാക്യം എന്നാൽ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണേ. ആ എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, വിചാരമില്ലാതെ, ഭാരമില്ലാതെ നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് നീ പറയാൻ തുടങ്ങിയാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഈ വാക്യം ഒന്ന് കാണാൻ പഠിക്കാമോ? ഒരു കൊച്ചു അസൈൻമെൻറ്റ് തന്നിട്ട് പോകാം, ഹോംവർക്ക് തന്നിട്ട് പോകാം. ഒത്തിരി നാളായില്ലേ ഹോംവർക്ക് ചെയ്തിട്ട്? ഒരു ഹോംവർക്ക് ചെയ്യാമോ? ഫിലിപ്പിയർ 4:6-7 കാണാതെ പഠിക്കണം. വീട്ടിനകത്ത് സമാധാനം വേണമെങ്കിൽ, ബന്ധങ്ങൾക്കകത്ത് സമാധാനം വേണമെങ്കിൽ വിചാരം പറിച്ചിട്ട് നിൽക്കണം. സ്തോത്രം, സ്തോത്രം. അവരങ്ങനെ, ഇവരിങ്ങനെ, മക്കൾ അങ്ങനെ, ഈ മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇതെല്ലാം പറിച്ച് നിർത്തിയിട്ട് മക്കൾ ആരുടെയാ? എന്നോടൊന്ന് പറഞ്ഞേ, മക്കൾ ആരുടെയാ? ആരാ പറഞ്ഞെന്നറിയാവോ? എവിടെ റെഫറൻസ് എന്ന് പറഞ്ഞേ? ആർക്ക് പറയാം റെഫറൻസ്? എത്രാമത്തെ സങ്കീർത്തനമാ? 120, ആർക്കും അറിയത്തില്ല. 127 സങ്കീർത്തനം ഒന്ന് വായിച്ചേ, 1-ാം വാക്യം തൊട്ട് വായിച്ചേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അടുത്തത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിർത്തണേ. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനം പണിയുന്നു. സദൃശവാക്യം 14:1. ആരാ ഭവനം പണിയുന്നത്? ജ്ഞാനമുള്ളവൾ. ഇവളെ എന്തോ ചെയ്യുമെന്നറിയാമോ? ഇവൾ ആ ഭവനം ദൈവത്തിൻ്റെ കയ്യിലോട്ടങ്ങ് കൊടുക്കും. കർത്താവിനോട് പറയും, കർത്താവേ, നല്ല സൃഷ്ടാവാകുന്ന ദൈവമേ, എൻ്റെ വീടിനെ ഒന്ന് പണിയണമേ, എൻ്റെ വീട്ടിലോട്ടൊന്ന് ഇറങ്ങണമേ, അങ്ങ് എൻ്റെ വീട്ടിലൊന്ന് പണിയണമേ. നിങ്ങൾക്കറിയാമോ ഇത് ആരെഴുതിയാന്ന്? ഈ സങ്കീർത്തനം ആരെഴുതിയാന്ന് ആർക്കെങ്കിലും പറയാം? ബൈബിളിൽ നോക്കിയിട്ട് പറയണ്ട, അല്ലാതെ കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ശലോമോൻ എഴുതിയ സങ്കീർത്തനമാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ 2 സങ്കീർത്തനങ്ങളാണ് എഴുതിയിരിക്കുന്നത്, 72-ഉം 127-ഉം. ഈ സങ്കീർത്തനം പറയുകയാണ്, ശലോമോൻ തന്റെ ജീവിതത്തിൽ നോക്കി പറയുക, യഹോവ എൻ്റെ വീട് പണിതത് കൊണ്ട്, യഹോവ എൻ്റെ ജീവിതത്തെ പണിതത് കൊണ്ട്, യഹോവ എൻ്റെ രാജ്യത്തെ പണിതത് കൊണ്ട്, ഓ അവൻ്റെ പ്രസിദ്ധി രാജ്യങ്ങളുടെ മേൽ വന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ എത്ര മിടുക്കരായ ശ്രേഷ്ഠരായ
കുറച്ചുകൂടെ ആഴത്തിൽ പറയട്ടെ, നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ നാം നേരിടുന്നതായ പ്രതിസന്ധികൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി നാം ഓരോരുത്തരും അറിയുന്നവരാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തെ ദൈവസന്നിധിയിലോട്ട് ഒന്ന് സമർപ്പിക്കാം. എൻ്റെ ഭാരതം യേശുവിനെ അറിയട്ടെ. ഈ കൺവെൻഷനിൽ ഹല്ലേലൂയ, ഈ സമയത്ത് എസ്തേറിനോട് പറഞ്ഞതുകൊണ്ട് ഈ സമയത്തേക്കാണ്, അങ്ങനെ ഒരു പ്രത്യേക ഹവറിലേക്ക്, ആ നാഴികയിലേക്കാണ് ഈ കൺവെൻഷനെ കൊണ്ടുവന്നിരിക്കുന്നത്. വല്ലാത്ത വിഷയങ്ങൾ നേരിടുന്ന ഈ സമയത്ത് എൻ്റെ രാജ്യത്തെ ദൈവമേ നീ കാവൽ ചെയ്യണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ രാജ്യത്തിന് മേൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. വിവിധ ദേശങ്ങളിലായിരിക്കുന്ന ദൈവജനത്തെ ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. 3-ാം വാക്യവും 4-ാം വാക്യവും ഒന്ന് വായിച്ചേ കുഞ്ഞേ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ആരാ പറഞ്ഞേ? ശലോമോനാ പറഞ്ഞേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഏറ്റവും വലിയ ജ്ഞാനിയായി ദൈവം തിരഞ്ഞെടുത്ത ശലോമോൻ പറയുക, മക്കൾ യഹോവ നൽകുന്ന അവകാശം നമ്മുടെയാണോ? ആര് തന്നതാ? പറഞ്ഞേ. നമ്മൾ പറയുന്നത് എന്തുവാണെന്നറിയാവോ? അറ്റത്തോട്ട് നമ്മുടെ പേരോട് ഇട്ടിട്ട് നമ്മൾ പറയും നമ്മുടെയാന്ന്. ഏതാ പേരിൻ്റെ അറ്റത്തോട്ടെ നമ്മുടെ പേരോട് ഇട്ടിട്ട് നമ്മൾ പറയും നമ്മുടെയാന്ന്. വെറുതെയാ. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ചുമ്മാതാ. സ്തോത്രം. ദൈവത്തിൻ്റെയാ, ദൈവത്തിൻ്റെയാ ഉടമസ്ഥാവകാശം. മക്കളുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായാൽ നീ ചിന്തിക്കുന്നതിനേക്കാളും, നീ നനയ്ക്കുന്നതിനേക്കാളും, നീ കരുതുന്നതിനേക്കാളും മനോഹരമായി അവൻ്റെ ജീവിതത്തെ ഒരു മനോഹര ചിത്രമാക്കി ദൈവം മാറ്റും. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ 2 കുഞ്ഞുങ്ങളും ഈ സന്ദേശം ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുക. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. കർത്താവിന് സ്തോത്രം. 2 പേര് രാജസ്ഥാനിലാണ്. ഒരാളുടെ പഠനം കഴിഞ്ഞു, ജോലിയിലായിരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായിട്ട് താൻ ജോലി ചെയ്യുന്നു. അടുത്ത ആളും ഹല്ലേലൂയ ദൈവകൃപയാൽ പഠിക്കുന്നു. അവിടെ കർത്താവിന് വേണ്ടി അവരാവോളം പ്രയോജനപ്പെടുന്നു ആ നാട്ടിൽ. ദൈവത്തിന് സ്തോത്രം. കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ പ്രിയ ഹസ്ബൻഡ് റവറൻഡ് ഡോക്ടർ ജെയിംസ് മാത്യു കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായ ദൈവദാസനാണ്. ഒരു ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ 27 വർഷങ്ങളിലായിരിക്കുന്നു. ഇന്ന് രാവിലെയും ഇവിടെ വരുവാൻ കാരണം ഹല്ലേലൂയ, താൻ വളരെ യാത്ര ചെയ്ത എന്നെ ചെങ്ങന്നൂർ കൊണ്ട് ബസ് കയറ്റി വിട്ടത് കൊണ്ടാണ് തക്ക സമയത്ത് നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഇവിടെ വന്നു. ഞാൻ 8:30 ആയപ്പോഴേ കേശവദാസപുരത്ത് വന്നു. ദൈവത്തിന് സ്തോത്രം. 10 മണിക്ക് മുമ്പേ ഇവിടെ എത്തി. ദൈവത്തിന് സ്തോത്രം. വെളുപ്പിനെ എണ്ണീറ്റു. 4:30 കഴിഞ്ഞപ്പോഴേ കാര്യങ്ങൾ റെഡിയാക്കി ഒരുങ്ങി കാത്തിരുന്ന് ഒരുക്കി വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവിടെ ദൈവമഹത്വം കാണണം. ഇന്നിവിടെ തുടങ്ങുന്ന കൺവെൻഷനിൽ ദൈവ പ്രവൃത്തിയുടെ ആഴം വെളിപ്പെടണം. ഇവിടെ കടന്നു വരുന്ന ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ പറയണം, ഓ ഒരുക്കപ്പെട്ട നിലം വചനമാകുന്ന വിത്ത് വാരിയെറിഞ്ഞപ്പോൾ അത് ഹല്ലേലൂയ വളർന്ന് 30, 60, 100 മേനിയായി ഫലം കായ്ച്ചുവെന്ന്. പ്രൈസ് ദി ലോർഡ്. മക്കൾ യഹോവ നൽകുന്ന അവകാശം. അവകാശമൊക്കെ ആരാ തരുന്നേ? സ്വർഗത്തിലെ അപ്പനാ തന്നേ. എന്ന് പറഞ്ഞേ, നല്ല അവകാശം തരുന്ന എല്ലാം ആരാ? പിതാവാണ്. ആ സ്വർഗത്തിലെ അപ്പൻ തരുന്ന അവകാശത്തിൻ്റെ ആഴമാണ് നാം പറയുന്നത്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞേ ദൈവം തന്നതാ. എല്ലാ അമ്മമാരും അപ്പന്മാരും മക്കളെ ദൈവസന്നിധിയിലേക്കൊന്നും കരമുയർത്തി അവർക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞിട്ട് പറ, ദൈവം തന്നതാ, ദൈവം തന്നതാ. എൻ്റെ അല്ലെന്നൊന്ന് പറയാം. ദൈവമേ അങ്ങയുടേതാ, അങ്ങയുടെ ഹിതം പോലെ ആക്കണേന്നൊന്ന് പറ. അങ്ങയുടെ ഹിതം പോലെ കർത്താവെ, ഞാൻ എത്ര കരുതിയാലും കരുതാൻ പറ്റത്തില്ല. അവൻ പോകുന്നിടത്ത്, അവൾ പോകുന്നിടത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല. അവർ കാണുന്ന മൊബൈലിലെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. എന്നാൽ എല്ലാം അറിയുന്ന ഓ എൻ്റെ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ തലമുറയെ തരുന്നു. അവരെ ദൈവനാമ മഹത്വത്തിനാക്കി മാറ്റണമേ, ദൈവഹിതം പോലെ അവരെ ആക്കി തീർക്കണമേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. ജീവിതത്തിൽ തലമുറയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തിട്ട് സ്വസ്ഥമായി ജീവിക്കുക. എന്നോട് ഞാൻ പറയാ, ഒരുമാതിരിപ്പെട്ട ഞാൻ ഈ സഹോദരിമാരുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് പറയട്ടെ, ഒരു 80% സഹോദരിമാരുടെയും രോഗങ്ങളുടെ മൂലകാരണം നോക്കിയാൽ ആധിയും വിചാരവുമാണ്. വല്ലാത്ത ആകുലതകളും ഉത്കണ്ഠകളും. BP കൂടുന്നു, പലവിധ അസുഖങ്ങൾ,
പ്രശ്നങ്ങൾ എന്തുവെന്നറിയാമോ? തലമുറകളെക്കുറിച്ചുള്ള ആധി. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ തലമുറ ദൈവം തന്നതാണെങ്കിൽ ആ മക്കളെ ദൈവസന്നിധിയിലേക്ക് കൊടുത്തേ. അവരുടെ കാര്യങ്ങൾ തക്ക സമയത്ത് ദൈവം തുറക്കും. ആരും അടയ്ക്കാതെ വണ്ണം സ്വർഗത്തിലെ വാതിൽ തുറന്ന് ദൈവം നിന്റെ കുഞ്ഞിന് വേണ്ടി വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, അവൻ്റെ ഭാവിക്ക് വേണ്ടി. ഒരു വഴി ഞാൻ കാണുന്നില്ല, എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തലമുറകൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ പുത്രൻ പിതാവിനോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചോ? എന്താ ആവശ്യപ്പെടുന്നത്? ആ പഴയ മഹത്വത്തിലേക്ക് എന്നെ മടക്കിക്കരുതണമേ, മഹത്വപ്പെടുത്തണമേ. അതിൻ്റെ 4-ാം വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യാമോ? യേശു കർത്താവിൻ്റെ ഏറ്റവും നമുക്ക് വേണ്ടി ചെയ്ത മാതൃക, തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 20:24 വായിച്ചോ മോളെ? അപ്പോസ്തല പ്രവൃത്തി 20:24. തന്റെ 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി വരിക. യെരുശലേമിൽ ബന്ധനങ്ങളും കഷ്ടങ്ങളും നിനക്കായി കാത്തിരിക്കുന്നുവെന്ന് പ്രവാചകന്മാരിൽ കൂടി അപ്പോസ്തലനോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുമ്പോൾ മിലത്തോസ് എന്ന സ്ഥലത്ത് വെച്ച് എഫേസ്യ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് പറയുന്ന വിടവാങ്ങൽ സന്ദേശത്തിൽ അപ്പോസ്തലന്റെ ജീവിത ലക്ഷ്യം പറയുക. വായിച്ചോളൂ. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും, നെഞ്ചത്തോട് കൈവച്ചിട്ട് പറ, എനിക്കൊരു ഓട്ടമുണ്ട്. 2, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ. 2ാമത്തെ കാര്യം പറ, യേശു തന്ന ശുശ്രൂഷ. 1 ഈ ഓട്ടം, 2 യേശു കർത്താവ് തന്ന ശുശ്രൂഷ. അത് തികയ്ക്കേണ്ടവെന്നേ എനിക്കുള്ളൂ. 2 തിമോത്തിയോസ് 4:6-7 നമുക്ക് കാണാതെ പറ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ മാതൃക, അപ്പോസ്തലനായ പൗലോസിന്റെ മാതൃക, ജീവിതത്തെ ഒരു ഓട്ടമായി, ഒരു ശുശ്രൂഷയായി കണ്ട് അത് നിറപടിയായി നിവർത്തിക്കുവാൻ, അത് ക്രമീകരിക്കപ്പെടുവാൻ, ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്തു തീർക്കണം, എങ്ങനെ എൻ്റെ പ്രിയനോട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെടുക്കാണ്ട്, ഉറങ്ങിയും മയങ്ങിയും ഇരിക്കുവാനല്ല, ഉണർവോടെ കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. കർത്താവ് പറയുക, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ തികച്ചിരിക്കുന്നു, പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിക്കണമേ, 1:3 നാം പഠിച്ചു. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായർ ലേഖനം 1:2 ഒന്ന് പെട്ടെന്ന് വായിച്ചോ കുഞ്ഞെ, സമയമില്ല, പെട്ടെന്ന് വായിച്ചോ. എബ്രായർ 1:2. മൂന്നാം വാക്യം വായിച്ചോ. അവനെ താൻ, 2 വായിക്കാൻ സമയമില്ല. എബ്രായർ 1:3. അവനെ താൻ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. ഒന്ന് പറ, ഈ പുത്രന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. യോഹന്നാൻ 1:2 നമ്മൾ വായിച്ചു, സകലത്തിന്മേലും അധികാരമുള്ളവൻ, സകല നാമത്തിനും മേലായ നാമമുള്ളവൻ. ഈ കർത്താവ് പറയാണ്, ഓ അങ്ങയുടെ മഹത്വം എനിക്ക് തിരികെ തരണമേ. ഇന്ന് പകൽ ഈ മഹത്വത്തിലേക്ക്, ആ മഹത്വത്തിന്റെ ശുശ്രൂഷ എവിടെ വെളിപ്പെട്ടെന്നറിയാമോ? ഈ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കപ്പുറമായി ഏറ്റവും പരമമായ മഹത്വം വെളിപ്പെട്ടത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 നാണികളിൽ തൂക്കപ്പെട്ടവനായി, ഓ ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി സ്വജീവനെ അർപ്പിച്ചപ്പോൾ
അവിടെയാണ് മഹത്വം വെളിപ്പെട്ടത്. അതാണ് യേശു കർത്താവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം പരിചയപ്പെടുന്നത് യോഹന്നാൻ സ്നാപകന. എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകം കൂടെ ചേർത്ത് പഠിക്കാം. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിലും സകല വംശത്തിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വചനത്തിന്റെ മർമ്മം ആഴത്തിൽ ഗ്രഹിക്കുവാൻ ദൈവജനത്തെ ദൈവം ഇടയാക്കട്ടെ. ഈ മഹത്വം വെളിപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. എല്ലാവരും ഉപേക്ഷിച്ചപ്പെട്ടവരാ, എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ, ആരും കൂടെ നിൽക്കാനില്ലായിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, മഹത്വം വെളിപ്പെട്ടു. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടുവോ എന്ന് പോലും ചോദിക്കുന്ന സമയത്ത് മഹത്വത്തിന്റെ ആഴം വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ ആഴത്തിൽ ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ആലോചന പറയുക, നിന്നെ സഹായിക്കുവാൻ അവൻ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവമാ. ഓ സ്തോത്രം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചോ കുഞ്ഞെ. ഫിലിപ്പിയർ 2:7. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും മീതെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. വായിച്ചോ ഫിലിപ്പിയ ലേഖനം 2:6-7 വായിച്ചോ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെ, അതൊന്ന് എംഫസൈസ് ചെയ്യുക, അനുസരണമുള്ളവനായിരുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട്. ഏതുകൊണ്ട് ദൈവരൂപത്തിൽ ഇരിക്കുമ്പം, സങ്കീർത്തനം 40 വാക്യം അറിയാലോ, എൻ്റെ ദൈവമേ നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവിന് സന്നദ്ധം. ആർ നമുക്ക് വേണ്ടി പോകും? ആര് ചെയ്യുമെന്ന് പറയും? ഞാൻ അടിയനെ അയക്കണമേ എന്നുള്ള ആ പുത്രന്റെ സമർപ്പണം. അല്ല, അതുകൊണ്ട് എന്തോടുത്തു? ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അടുത്ത വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി അടുത്ത വാക്യം അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും, കരമെടുത്തെന്ന് പറഞ്ഞേ, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി. കണ്ടോ, അണ്ടർലൈൻ ചെയ്തേ. പിതാവായ ദൈവത്തിന്റെ മഹത്വം എങ്ങനെ കിട്ടി? ക്രൂശോളം അനുസരണം. പറ, ക്രൂശോളം അനുസരണം. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ എങ്ങനെയെന്ന് പറഞ്ഞ് ഇനി എന്നെ കൊണ്ട് വയ്യാന്ന് പറയാനല്ല, ക്രൂശിലും അനുസരിക്കാൻ തയ്യാറായാൽ പിതാവായ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ആലോചന വിളിച്ചു പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മഹത്വത്തിന്റെ ആഴം. 17-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 6-ാം വാക്യം മുതൽ കർത്താവിന് സ്തോത്രം തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയാ. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം, ഹല്ലേലൂയ, അതിന്റെ 8-ാം വാക്യത്തിൽ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പറയാ, പിതാവേ അങ്ങ് എന്നോട് എന്തൊക്കെ പറഞ്ഞു ഞാൻ അത് അവർക്ക് അങ്ങ് കൊടുത്തു. അവൻ പറഞ്ഞു, ആദ്യം എന്താ പറഞ്ഞേ? ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. യോഹന്നാൻ 6:35 ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 2 യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 3 യോഹന്നാൻ 10:7 ഞാൻ ആടുകളുടെ വാതിലാകുന്നു. 4 യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. 5 യോഹന്നാൻ 11:25 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മരണത്തിന്റെ തണുത്തുറഞ്ഞ വാതിൽ കേട്ട് കണ്ണുനീരും പരിഭവവും പറഞ്ഞ ആ സഹോദരിമാരുടെ മുമ്പിൽ നിന്ന് ജീവനായവൻ പറഞ്ഞു, പുനരുത്ഥാനമായവൻ പറഞ്ഞു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഹല്ലേലൂയ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. 14:6 14:1 മുതൽ ഇവരാകപ്പാടെ സങ്കടപ്പെട്ടു പോയി. കാരണം 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ ഹൃദയം അങ്ങ് വെളിപ്പെടുത്തിയതേ, ഞാൻ പോവാ. ഹല്ലേലൂയ. ഗുരുവായവൻ, സർവത്തെയും സൃഷ്ടിച്ചവൻ തന്റെ സൃഷ്ടിയുടെ പാദങ്ങൾ കഴുകുകയാണ്.
അവരെ ശുദ്ധീകരിക്കുകയാണ്. അവൻ ദാസനായി മാറുകയാണ്. അവരെ ഒന്നുമല്ലാത്തവനായി മാറുകയാണ്. സൃഷ്ടികർത്താവ് ഏറ്റവും വില കുറഞ്ഞ ദാസനായി മാറി എന്തിനാണെന്നറിയാമോ? എന്നെയും നിന്നെയും നിത്യതയിൽ എത്തിക്കുവാനാണെന്നുള്ള കാര്യം മറക്കണ്ട. ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരാകപ്പാടെ ഒന്ന് കലങ്ങിപ്പോയി, സങ്കടപ്പെട്ടു പോയി. 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കാണാതെ പറ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കരമുയർത്തി സ്തോത്രം പറയാമോ? എവിടെ ഇരുത്താൻ പോകുന്നതെന്ന് അറിയാമോ? ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുവാൻ, ഇരിക്കുന്ന ഇടത്ത് വളരെ ആഴമേറിയ ദൈവസാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പാട്ടുപാടി ആരാധിക്കാനൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ ഉണ്ടാകുന്നു. ഞാൻ ദൈവസാന്നിധ്യത്തിലേക്കൊന്ന് ഈ മെസ്സേജ് പറഞ്ഞ് അവസാനിച്ച് നമുക്ക് പാട്ടുകൾ പാടി ആരാധിക്കണം. അല്ലെ, പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വരണം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട് 14:6. കർത്താവേ, ഞങ്ങൾക്ക് അറിയത്തില്ല, നീ എവിടാ പോകുന്നേ, പിന്നെ വഴി എങ്ങനെ അറിയും? ഒരാളുടെ ഡൗട്ടാ. 3.5 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചതായിട്ട് ചോദ്യമാ. കർത്താവേ, വഴിയൊന്നും അറിയത്തില്ല. അവിടെ മറുപടി 14:6 ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമായ ഈ നല്ല കർത്താവിനെ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുക. ഈ യേശുവിലേക്ക് വാ, നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഈ യേശുവിലേക്ക് വാ, നിന്റെ ജീവിതത്തിൽ സമാധാനം വരും. ഈ യേശുവിലേക്ക് വാ, നിത്യജീവനുണ്ട്. മരണത്തെ ഭയമില്ല. കാരണം എന്താണെന്നറിയാമോ? റെബേലഖബ നിങ്ങളെ വായിച്ചോ? 1 കൊരിന്ത്യർ 15:56 വാക്യം മുതൽ വായിച്ചോ. സ്തോത്രം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും പറ. രണ്ടാമത് പറഞ്ഞോ, എന്താ നിന്റെ പ്രശ്നം എന്നറിയാവോ? പലപ്പോഴും ഈ വചനമൊക്കെ കേൾക്കും, പ്രതിസന്ധി വരുമ്പോൾ കുലുങ്ങിപ്പോകയാ. സങ്കീർത്തന പുസ്തകം 16:8 ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിട്ട്, മശിഹ സങ്കീർത്തനമാ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ആകയാൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഹല്ലേലൂയ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുക്കാത്തവരും, നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിയാൻ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആരുമല്ല നിന്നെ വേലയ്ക്ക് വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ നിന്നെ കൈവിടുകയില്ല. മനുഷ്യൻ മാറിപ്പോകും, മാറ്റമില്ലാത്തവൻ, അവന്റെ പേര് തന്നെ മൈ ഗോഡ് ഈസ് ഇറ്റേണൽ ഗോഡ്. അവൻ നിത്യനായ ദൈവം, പുരാതനായ ദൈവം. ഹല്ലേലൂയ. 1-ാമത്തെ സങ്കീർത്തനക്കാരൻ ശ്രദ്ധിക്കണമേ, ആദ്യം സങ്കീർത്തനം എഴുതിയത് ഹല്ലേലൂയ ദൈവഭൃത്യനായ മോശയാണ്. കർത്താവിന് സ്തോത്രം. ആദ്യമേ സങ്കീർത്തനം എഴുതിയത് 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം. നെഞ്ചത്തോട് പറ, എൻ്റെ സങ്കേതം, എൻ്റെ പിതാവിൻ്റെ സങ്കേതം, എൻ്റെ മാതാവിൻ്റെ സങ്കേതം, എൻ്റെ മക്കളുടെ സങ്കേതം. ഓ കർത്താവേ, തലമുറ തലമുറയായി നീ എൻ്റെ സങ്കേതമാ. നീ പർവ്വതങ്ങളെ നിർമ്മിച്ചതിനും ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതനായും ദൈവമാകുന്നു. അതിന്റെ പുതിയ നിയമ വെളിപ്പാട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഉൾനട്ട വചനമാണ് തരുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ പരിശുദ്ധാത്മാവിൽ ഒരു നാവായി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. സംസാരിക്കുന്നത് എൻ്റെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരമറിഞ്ഞ് തൻ്റെ വചനം കൊണ്ട് നിന്നെ ഇന്ന് സൗഖ്യമാക്കിയതാ, നിൻ്റെ വചനം കൊണ്ട് നിന്നെ ഉറപ്പിച്ചതാ, തൻ്റെ വചനം കൊണ്ട് നിന്നെ ബലപ്പെടുത്തിയതാ. കാരണം ദൈവത്തിന് സംസാരിക്കാൻ ഒരു ശബ്ദം അത്രേ ഉള്ളൂ. ഞാൻ
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ ശബ്ദമായി ഹല്ലേലൂയ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ജീവിതം അവസാന നിമിഷം വരെ ഹല്ലേലൂയ എൻ്റെ കർത്താവിനെ സാക്ഷിക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. അതേ ഉള്ളൂ ലക്ഷ്യം, വേറെ ഒരു ലക്ഷ്യവും ഇല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയാകണം. ഇവിടെ പറയുക, കർത്താവേ ഹല്ലേലൂയ, പിതാവേ ഹല്ലേലൂയ. 6-ാമത്തെ ഞാൻ പ്രസ്താവന പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എൻ്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. പലപ്പോഴും വിശാല വഴി നോക്കി ഓടുന്നവരോട് ദൈവാത്മാവ് പറയുക, ഈ ജീവിതം, ഈ വഴി ഇച്ചിരി പ്രശ്നമൊക്കെ ഉള്ളതാണ് കേട്ടോ, പലപ്പോഴും കഷ്ടതയുണ്ട്, കൂടെ നിൽക്കാൻ ആരുമില്ല, ഇടുക്കമൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നുണ്ട് കേട്ടോ, ഹല്ലേലൂയ, എൻ്റെ അവസാനം എൻ്റെ പ്രാണനാഥൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് ചേരും. ഹല്ലേലൂയ. അവനോട് ഞാൻ ചേരും. ഹല്ലേലൂയ. അവൻ്റെ കൂടെ ഞാനായിരിക്കും നിത്യത മുതൽ നിത്യത വരെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവസാനത്തെ ഞാൻ പ്രസ്താവന 15:1, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും, എൻ്റെ പിതാവ് തോട്ടക്കാരനും. പറ, മുന്തിരിവള്ളിയായവൻ, ഉടമസ്ഥനായ പിതാവ്, കൊമ്പുകളാകുന്ന നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവം. യോഹന്നാന്റെ സുവിശേഷമാണ്. ശ്രദ്ധിച്ചോ, ഈ ഒരൊറ്റ കാര്യം കൂടെ പറയണമല്ലോ. ദൈവശാസ്ത്രം പറയുമ്പോൾ ഹല്ലേലൂയ പാരാക്ലീറ്റോസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ആഴത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 14:16 വായിച്ചോ. 14:16 ആദ്യമായി പറയുന്നത് വായിച്ചോളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, Yes. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ Yes. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒന്ന് പറഞ്ഞേ, എന്നേക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, എന്നേക്കും കൂടെ ഇരിക്കുക. അടുത്ത വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്നേക്കുമാ, നമ്മെ ബലപ്പെടുത്താനാ. എല്ലാം പറയാനായിട്ട് നമുക്ക് സമയമില്ല. കർത്താവ് മോളെ അതിൻ്റെ 15:26 വായിച്ചോളൂ. 15:26. താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഞാൻ പറഞ്ഞ അത് കണ്ടോ, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ കുറിച്ച് എപ്പോഴും നമ്മെ എന്തോടുക്കും, നമ്മളെ ഹല്ലേലൂയ സാക്ഷ്യം പറയും. 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടക്ക എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നടക്കേണ്ടത് ഉപദേശിച്ച് നടക്കേണ്ടത് വഴി കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവിന്റെ ആഴം 16-ാം അധ്യായത്തിലേക്കൂടെ വന്ന ശേഷം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 16-ാം അധ്യായത്തിലേക്ക് വരുന്ന ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി യേശു കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടണം. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ലോകത്തെ ജയിച്ചു. ജയിച്ച് ജയാളിയായ ക്രിസ്തുവാ നമ്മിൽ വസിക്കുന്നതെങ്കിൽ നമ്മളിനി പരാജയം പറയരുത്, നമ്മളിനിയും പ്രതിസന്ധി പറഞ്ഞുകൊണ്ടിരിക്കരുത്, നിരാശ പറഞ്ഞുകൊണ്ടിരിക്കരുത്, പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ജയവീരനായവൻ, രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, അല്ലെങ്കിൽ താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, സമാധാന പ്രഭുവായവൻ, അത്ഭുത മന്ത്രിയായവൻ, വീരനാം ദൈവമായവൻ, നിത്യപിതാവായവൻ, നമ്മുടെ കാന്തനായവൻ. ഒരു വാക്യം കൂടെ വായിക്കാൻ കൂടിയ മഹത്വം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19:7 കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും വായിച്ചോ കുഞ്ഞേ. 19:7 കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്തുവാ വിശേഷ വസ്ത്രം? കഷ്ടതയുണ്ടോ, പ്രശ്നമുണ്ടോ, പക്ഷെ നിന്നിൽ ആരംഭിച്ചതുണ്ടല്ലോ, അവസാനിക്കത്തില്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുണ്ടല്ലോ, തീർന്നു പോകത്തില്ല, ചോർന്നു പോകത്തില്ല, അത് വർദ്ധിക്കും. നാൾ തോറും ആത്മീക വർധനവ് പ്രാപിക്കും. അപ്പോൾ ഹല്ലേലൂയ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ജ്യോതിസുകളെ പോലെ പ്രകാശിച്ചുകൊണ്ട് ചെയ്യുവാൻ തുടങ്ങും. അപ്പോൾ ഹല്ലേലൂയ പിതാവ് നമ്മെ നോക്കി മഹത്വം വെളിപ്പെടുത്താൻ ഒരു കാര്യം പറയും. അത് പറഞ്ഞ് അവസാനിക്കാൻ പോവാ. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 15-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 15-ാം അധ്യായത്തിലേക്ക് 14-ാം അധ്യായത്തിലേക്ക് തന്നെ വരാം. 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം മുതൽ വായിച്ചോളൂ. എന്നെ സ്നേഹിക്കുന്നവൻ
എൻ്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ആരെയാ പിതാവ് സ്നേഹിക്കുന്നേ? പറഞ്ഞേ. വചനം പ്രമാണിക്കുന്നവരെ. കേട്ടോ, ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ വചനം പ്രമാണിക്കാനുള്ളതാ, കേട്ടുപോകാൻ എളുപ്പമാ. പ്രാർത്ഥിച്ചാൻ ഈ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായതുകൊണ്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കും. വചന സത്യങ്ങൾ അനുസരിക്കാൻ പറയുമ്പോൾ പലർക്കും മടുപ്പാ. എന്താ പറയുന്നതെന്നറിയാമോ? അപ്പോൾ ഇപ്പം പിടിച്ചിരിക്കുന്ന പലതിനെയും പിടിവിടണം. പ്രിയപ്പെട്ടവരെ, പിടിവിട്ടൊന്ന് ഇറങ്ങി നോക്കിയേ. നിന്നെ ഉള്ളം കരത്തിൽ നടത്തുന്നൊരു ദൈവത്തെ നീ രുചിച്ചറിയും. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുന്ന അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി എപ്പോൾ കരഞ്ഞോ അവൻ ഓടി വരും. എൻ്റെ കുഞ്ഞെ, നീ എന്തിനാ ഭാരപ്പെട്ടത്? ഞാൻ നിന്റെ കൂടെ ഇല്ലയോ എന്ന് പറയും. അവൻ എൻ്റെ പിതാവായിരിക്കും. എൻ്റെ മോനെ, എൻ്റെ മകളെ, നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന സ്വർഗീയ പിതാവ്. ദൈവത്തിന് സ്തോത്രം. വായിച്ചോ മോളെ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് അണ്ടർലൈൻ കൂടെ ചെയ്യണേ. വാസം ചെയ്യും. പ്ലൂറലാണ്. പ്ലൂറൽ എന്താണ്? വി, ഞങ്ങൾ. ആരാ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവന് ഇറങ്ങി വന്നാൽ ദൈവം വരുന്നിടത്ത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? മഹത്വം ഉണ്ട്. അവിടെ മഹത്വം വരണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ദൈവം വരുന്നിടത്ത്, രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലമുണ്ട്. ഒന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കാമോ? രാജാവ് ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ വെളിപ്പെടുന്നത് രാജ കോലാഹലമാ. ഇവിടെ വെളിപ്പെടുന്നത് രാജാവിന്റെ മഹത്വമാ. എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകുന്നതാ. ഈ മഹത്വം പ്രാപിപ്പാനാ സുവിശേഷ ഗോഷ്ഠത്തിൽ നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. ഈ മഹത്വത്തിന്റെ ആഴം ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടതാണ്. അവസാന ശ്വാസം വരെ ക്രിസ്തുവിന്റെ മഹത്വത്തെ ചുമക്കുന്ന, ക്രിസ്തുവിനെ ചുമക്കുന്ന, മഹത്വത്തെ ചുമക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, പ്രബോധിപ്പിക്കുക, ചലഞ്ച് ചെയ്യുക. എൻ്റെ ജീവിതം ഇനി യേശുവിന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പോകും. ഒരു മിനിറ്റ്, ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പോകാം. എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഇതുവരെ ഉള്ളതെല്ലാം പോയി. ഇതുവരെയുള്ള നഷ്ടങ്ങളുടെ കണക്കിന് ഞാൻ പറയത്തില്ല. ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ തങ്ങളുടെ വലങ്കരം ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. സമർപ്പിച്ച ധാരാളം പേരുണ്ട്. ധാരാളം പേർ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സമർപ്പണത്തെ സ്വർഗം കണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു ഓൾട്ടർ കോളോട് ചെയ്യാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഇന്ന് മുതൽ ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മം, ദൈവരാജ്യത്തിലേക്ക് അനേകർ പാപത്തിലേക്ക് ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന വലിയ സുവിശേഷ വേലയുടെ ആഴം എൻ്റെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് മഹത്വമാക്കി. ആ ദൗത്യത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ കർത്താവിൻ്റെ വേല ഞാൻ ചെയ്തു തുടങ്ങും. ശക്തമായി ഞാൻ പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുത്തവർ കരമുയർത്തി ദൈവത്തിന് തീരുമാനമെടുത്താട്ടെ. ഈ തീരുമാനമെടുത്ത എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തീരുമാനമെടുത്തത് ലോകത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. കേട്ടോ, ശ്രദ്ധിക്കണേ. ലോകത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്താൽ ശമ്പളം തരും. എന്നാൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ദൈവം നിനക്ക് ശമ്പളമൊന്നുമല്ല തരുന്നത്. ദൈവം നിന്റെ കാര്യം മുഴുവൻ അങ്ങ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ രാവിലെ രണ്ട് കയ്യിലുള്ളത് എറിഞ്ഞു കളഞ്ഞിട്ട് യേശുവിന് വേണ്ടി ഓടുന്നതിന്റെ കാര്യം എന്നറിയാമോ? ഞങ്ങൾ കരുതിയാലൊന്നും കരുതലാകത്തില്ല. സ്വർഗത്തിലൊരു അപ്പനുണ്ട് ഞങ്ങൾക്ക്. അപ്പൻ കരുതിയാൽ ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിൽ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവകൃപ ഇറങ്ങി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി